എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ അവിടെയൊക്കെ മഴ കുറഞ്ഞു, നിങ്ങളുടെ അവിടെയൊക്കെ മഴ കുറഞ്ഞു. ഇവിടെ ഇപ്പം നല്ലൊരു കാലാവസ്ഥയൊക്കെയായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ രാവിലത്തെ മുറ്റവും ആകാശവും ഒക്കെ. രാവിലെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ തൂളിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അതങ്ങ് പോയി. പിന്നീട് നല്ല വെയിലൊക്കെ തന്നെ ആയിരുന്നു. നല്ല രസമുണ്ടല്ലേ ആകാശമൊക്കെ കാണാൻ? അടിപൊളിയാണല്ലേ. എനിക്കിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കാനും തിരമാല കാണാനും ഇങ്ങനെ കായലിലെ വെള്ളം കാണാനും ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ. ഇത് കണ്ടോ, നമ്മുടെ കറ്റാർ വാഴയ്ക്ക് പൂ വന്നിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാം കറ്റാർ വാഴയ്ക്ക് പൂ വന്നിട്ട്. അതുമാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, എവിടെയും കേട്ടിട്ട് പോലുമില്ല. നോക്കിക്ക്, അവിടുന്ന് ഇങ്ങനെ കിളുത്ത് വന്നതാണ്. നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു പ്രത്യേക ടൈപ്പ്, ഒരു പ്രത്യേക ഷേപ്പ്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് ഇന്നത്തെ സ്പെഷ്യലൊക്കെ കണ്ടാലോ? ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ. ഇവിടെ രാവിലെ തന്നെ ലഞ്ചൊക്കെ ആകും. ചേട്ടന് ഫുഡ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞടുക്കള. നമുക്ക് എല്ലാ സ്പെഷ്യലും റെഡി ആയിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാൻ. പിന്നെ ഇത് റാഗിയുടെ സേമിയ പുട്ടാണ്. അത് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ വാരി വെക്കും. അത് കഴിഞ്ഞ് തേങ്ങയിട്ട് തിരുമ്മി വെച്ചാൽ മതി. എന്നിട്ട് പുട്ട് വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കാം. അപ്പച്ചെമ്പിലോ സാധാരണ പുട്ടും കുടത്തിലോ വേവിച്ചെടുത്താൽ മതി. ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറിയും അപ്പവുമാണ് കേട്ടോ. ഗ്രീൻ പീസ് കറി ഞാൻ ഉണ്ടാക്കിയതാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല കറിയായിരുന്നു. അപ്പത്തിന് നമ്മൾ ഇന്നലെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടച്ചക്ക തോരനുണ്ട്. എനിക്ക് കടച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ കാസർഗോഡൊക്കെ ആണെങ്കിൽ നമുക്ക് സാധനം നാട്ടിൽ തന്നെ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. പിന്നെ നമുക്ക് സ്പെഷ്യലുള്ളത് കോവയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണ്. മോൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ മോൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വറുത്ത് വെക്കും. പിന്നെ ചേട്ടന് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വറുത്ത് വെക്കുന്ന. പിന്നെ ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ ആവോലി കറി. ആവോലിയാണ് കേട്ടോ, നമ്മൾ ഇന്നലെ വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ ലിജോ ചേട്ടന് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കും. പിന്നെ നമ്മുടെ ചോറ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. റൈസ് കുക്കറിലാണ് വെക്കാറ്. ഞാൻ തുണി അലക്കിയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറി കേട്ടോ, നല്ല വെയിലൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളേ. ബായ്.